എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. UDFന്റെ പ്രകടന പത്രികയിൽ പ്രധാനമായും ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ 6 പ്രധാന വാഗ്ദാനങ്ങളുണ്ട്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കും, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവാക്കൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് എന്നിവയാണിവ. കൂടാതെ ആരോഗ്യമേഖലയിൽ കാരുണ്യ, ശ്രുതിതരംഗം പദ്ധതികൾ പുനരാരംഭിക്കുമെന്നും BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കുമെന്നും വാഗ്ദാനമുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഷീ ഹോസ്പിറ്റലുകൾ, ജിപ്മർ മാതൃകയിൽ ബില്ലില്ലാത്ത ആശുപത്രികൾ സ്ഥാപിക്കും, ആശുപത്രികളിൽ കിടക്കകൾ രോഗികളുടെ അവകാശമാക്കും തുടങ്ങിയവയാണ് മറ്റാരോഗ്യ പദ്ധതികൾ. കാർഷിക മേഖലയിൽ പ്രത്യേക ബജറ്റ്, റബ്ബറിന് 300 രൂപ തറവില, നെല്ലിന് 35 രൂപ സംഭരണ വില, മത്സ്യത്തൊഴിലാളികൾക്കും ഓട്ടോ ടാക്സി ഉടമകൾക്കും ഇന്ധന സബ്സിഡി, തീരദേശ നിവാസികൾക്ക് പട്ടയം ലഭ്യമാക്കൽ തുടങ്ങിയവയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വയനാട്ടിൽ ട്രൈബൽ സർവകലാശാല, ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും, വിവേചനം അവസാനിപ്പിക്കാൻ രോഹിത് വെമുല നിയമം, അന്താരാഷ്ട്ര തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ പഠിക്കാൻ ജോബ് വാച്ച് ടവർ, പുതിയ MSME സംരംഭങ്ങൾക്ക് സഹായം എന്നിവയുണ്ട്. ക്ഷേമ പദ്ധതികളിൽ വിശപ്പില്ലാത്ത കേരളത്തിനായി ഇന്ദിരാ ക്യാന്റീനുകൾ, 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് വീട്. പ്രകടന പത്രികയിലെ കാർഷിക രംഗത്തെ വാഗ്ദാനങ്ങൾ പരിശോധിക്കാം. പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കും, റബ്ബറിന് 300 രൂപ തറവില ഉറപ്പാക്കുകയും സിയാൽ മാതൃകയിൽ റബ്ബർ കമ്പനി ആരംഭിക്കുകയും ചെയ്യും. നെല്ലിന് 35 രൂപ സംഭരണ വിലയും നാളികേരത്തിന് ഉയർന്ന തറവിലയും നൽകും. മത്സ്യത്തൊഴിലാളികൾക്കും KSRTC ഓട്ടോ ടാക്സി ഉടമകൾക്കും ഇന്ധന സബ്സിഡി നൽകും. തീരദേശ നിവാസികൾക്ക് പട്ടയം ലഭ്യമാക്കും. ഡ്രോൺ, നിർമ്മിത ബുദ്ധി, IoT അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, പരമ്പരാഗത സംവിധാനങ്ങളെയും ആധുനിക സംവിധാനങ്ങളെയും സമന്വയിപ്പിച്ച് ഈ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ സ്വീകരിക്കും. ഭൂ ഉടമകളുടെ ഭൂമിയിൽ കടന്നു കയറുന്ന കാട്ടുമൃഗങ്ങളെ നേരിടുന്നതിന് ഭൂ ഉടമകൾക്ക് അധികാരം നൽകുന്ന നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ തീരപ്രദേശത്തെ ജനങ്ങളുടെ ദുരിതമാണ് ജീവിതം. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധന അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി നിജപ്പെടുത്തും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നൽകി വരുന്ന SCP TSP മാതൃകയിൽ ഒരു ഫിഷറി സബ് പ്ലാനിന്റെ കൂടെ നടപ്പാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ, പെട്രോൾ സബ്സിഡി ലഭ്യമാക്കും. മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കും. 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. ഇപ്പൊ 110 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്, അപ്പോഴും 25 രൂപയാണ്, അതുപോലും കൊടുക്കുന്നില്ല. പിന്നെ വനാവകാശ നിയമം PSA നിയമം പൂർണ്ണമായും നടപ്പാക്കും. ഏകദേശം 5.5 ലക്ഷത്തോളം ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് നിയമനിർമ്മാണം നടത്തി നിയമാനുസൃതമായി ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്കും മറ്റർഹരായ ഭൂരഹിതർക്കും നൽകും. ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതി പുനഃസ്ഥാപിക്കും. SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് അടക്കമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ഉറപ്പാക്കും. ഇപ്പൊ ഗ്രാന്റ് സമയത്ത് കിട്ടുന്നില്ല. അതുപോലെ SC/ST വിഭാഗങ്ങൾക്ക് ബജറ്റിൽ വകയിരുത്തിയ തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടെന്നും പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്നും ഉറപ്പുവരുത്തുന്ന ഒരു പെർഫോമൻസ് ഓഡിറ്റ്, അതിനുവേണ്ടിയിട്ടൊരു നിയമം കൊണ്ടുവരും. SC/ST വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു 3 വർഷം കൂടുമ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവരും. പ്രാതിനിധ്യം കുറവുണ്ടെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവന്ന് അത് നടപ്പാക്കും. സംവരണം ഒരു വിട്ടുവീഴ്ചയും സംവരണ കാര്യത്തിൽ ചെയ്യില്ല. ഭിന്നശേഷി ക്ഷേമത്തിനായി ഭിന്നശേഷി വകുപ്പ് രൂപീകരിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രോസസ്, ഇതിന് ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഞങ്ങളുടെ പ്ലാൻ. കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ ഇന്ത്യയിലെ നമ്പർ 1 സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കും. ഗവേണൻസ്, അതായത് അക്കൌണ്ടബിലിറ്റി ഉണ്ടാവും. ഒരു കാര്യം നിർദ്ദേശിച്ചാൽ 6 മാസത്തിനകം ചെയ്യണം എന്ന് പറഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞാലേ ചെയ്യുള്ളൂ പലതും. 6 മാസത്തിനകം ചെയ്തില്ലെങ്കിൽ അക്കൌണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അഴിമതി ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ, പിന്നെ ടൂറിസത്തെ മുൻഗണന മേഖലയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്ക് ലഭ്യമാക്കാൻ ടൂറിസത്തെ ഇൻഡസ്ട്രിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും.
സംസ്ഥാന പദ്ധതി അടങ്കലിൽ ഒരു നിശ്ചിത ശതമാനം വകയിരുത്തി ആർട്ടിസാൻ സപ്ലാൻ നടപ്പിലാക്കും. പിന്നെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികളുള്ള മേഖലയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ. അത് സംരക്ഷിക്കുന്നതിനുള്ള അവർക്ക് സുസ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ ഉള്ള സഹായം ചെയ്യും. പിന്നെ ഇന്ത്യൻ പാചക കലയുടെയും കേരളത്തിന്റെ പാചകത്തിന്റെയും വൈവിധ്യവും രുചിയും ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുകയും കേരളത്തെ ആഗോള ഭക്ഷ്യ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്നതിനായി വിശാലമായ ഒരു ക്യാമ്പസിൽ ഒരു പാചക ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകും. ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പാചക ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് നമ്മുടെ ടൂറിസത്തിന്റെ പാർട്ടായിട്ട് അതിനെ മാറ്റും. ടൂറിസം എന്ന് പറയുന്നത് കൾച്ചറാണ്. ഭക്ഷണവും ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ വൈവിധ്യമാർന്ന ഭക്ഷണ രീതികൾ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ നമ്മൾ സിൽവർ ലൈനിനെ എതിർത്താണ്. കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്ന് റെയിൽവേ ഹൈസ്പീഡ് കോറിഡോർ, അത് പാരിസ്ഥിതികമായി ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത, സാമ്പത്തികമായി വലിയ ബാധ്യത വരുത്തി വയ്ക്കാത്ത ഒരു ഹൈസ്പീഡ് കോറിഡോർ, റെയിൽവേ കോറിഡോർ തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മെട്രോ, ലൈറ്റ് മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കും. പിന്നെ സ്പോർട്സാണ്. കായിക രംഗത്ത് പ്രത്യേക കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തി 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാനുള്ള വിഷൻ 2036 നടപ്പാക്കും. പിന്നെ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മണിക്കൂറുകളോളം പല ദിവസങ്ങളും ഇരുന്ന് ഗ്രഹപാഠം ചെയ്തിട്ടാണ്. ബാക്കിയുള്ള ഒരു ടീം 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ കൂടി സമാഹരിച്ചിട്ടാണ് ഒരു കാലത്തും ചെയ്യാത്ത തരത്തിലുള്ള അതെല്ലാം ക്രോഡീകരിച്ചത് കമ്പൈൽ ചെയ്ത് ഉള്ള ശ്രമകരമായ ഒരു ദൌത്യം ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കിയതിന് ആ മാനിഫെസ്റ്റോ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ശ്രീ രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യം, അദ്ദേഹം ഇതുപോലെ ഗ്യാരണ്ടി നേരത്തെ പ്രഖ്യാപിക്കുകയും ആ ഗ്യാരണ്ടി അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുകയും ചെയ്ത ഒരാളാണ്. അത് തന്നെ ഒരു ഗ്യാരണ്ടിയാണ്. ശ്രീ രേവന്ത് റെഡ്ഡി ഹിംസെൽഫ് ഈസ് എ ഗ്യാരണ്ടി. അപ്പൊ നമ്മൾ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടെ വലിയ ചർച്ച വന്നു. ഈസ് ഇറ്റ് ഫീസിബിൾ? അത് വയബിൾ ആണോ? അത് ചെയ്യാൻ പറ്റുമോ? കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമല്ലേ? അവിടുത്തെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങളെ എല്ലാത്തിനും ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. സാമ്പത്തിക സ്ഥിതി നന്നാക്കാൻ വേണ്ടി നല്ല മികച്ച ഫിനാൻസ് മാനേജ്മെന്റ് ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ പ്ലാൻഡ് ആയിട്ടില്ല, ആസൂത്രണ മികവാർന്ന നികുതി ഭരണം കൊണ്ടുവരും. ഞങ്ങൾ ഖജനാവിന്റെ ചോർച്ചയടക്കാൻ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കും. എക്കോണമി സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഉത്തേജിപ്പിക്കാനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കും. ഖജനാവ് നിറയ്ക്കുക തന്നെ ചെയ്യും UDF. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ കഴിയും എന്ന് ഞങ്ങൾ ഈ കർണാടക മോഡലും തെലങ്കാന മോഡലും നന്നായി സ്റ്റഡി ചെയ്തിട്ടാണ് UDFന്റെ ടീം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഈ ഗ്യാരണ്ടി സ്കീം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രയാസങ്ങളും ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇവർ പോകുന്നത്. അതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഉറപ്പായി ചെയ്യും. അപ്പോ ഒരു വിപുലമായ പദ്ധതികൾ, സംസ്ഥാനത്തിന്റെ ഭാവിയെ തന്നെ മാറ്റുന്ന പദ്ധതികൾ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു. Thank you.